ചാരിറ്റിയുടെ മറവിൽ പീഡനശ്രമം എന്ന പരാതി. മലപ്പുറം സ്വദേശി വാഖിയത്ത് കോയക്കെതിരെ പെൺകുട്ടി നൽകിയ പരാതിയിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കേസെടുത്തു. ആശുപത്രി ബില്ലടയ്ക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെന്നും ശരീരത്തിൽ സ്പർശിച്ചെന്നുമാണ് പരാതി. പ്രതിയുടെ അശ്ലീല ശബ്ദ സന്ദേശം പുറത്തുവന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ കഴിയാതെ കോഴിക്കോട് മലബാർ ആശുപത്രിയിൽ തുടരുകയാണ് പെൺകുട്ടിയുടെ പിതാവ്. ഉപ്പനെ സഹായിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ പഠിപ്പിച്ചോളാം, നിങ്ങളെ കാര്യമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ പരസ്പര ശരീരം തമ്മിൽ ഒന്നായാൽ ഇങ്ങനെ ഒരു മടിയും കൂടാണ്ട് എന്തും എന്നോട് സ്വാതന്ത്ര്യത്തോടെ പറയാൻ മോക്ക് കഴിയുള്ളൂ. അങ്ങനെ അപ്പം ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ച് തരാം, എൻ്റെ പേരിലൊരു സ്വർണ്ണമൊക്കെ വാങ്ങിത്തരാം, എന്തും ഇഷ്ടമുള്ളത് എന്തും പറയാമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞത് കാര്യങ്ങളൊക്കെ വെട്ടി തുറന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഷോക്കായി നിൽക്കുന്നത്. ഞാൻ മിണ്ടാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ കയറി പിടിച്ച് പിന്നെ കവിളിലൊരു ഉമ്മയും തന്നായിരുന്നു. അപ്പോൾ ഇവിടെ എത്താനായി, ഹോസ്പിറ്റലിൽ എത്താനായിരുന്നു. അപ്പം ഇവിടെ എത്താനായപ്പം മൂപ്പര് കാറ് നിർത്തി പെട്ടെന്ന് എന്നെ കയറി പിടിക്കാൻ നോക്കി. അപ്പോൾ കാറ് തുറന്ന് ഞാൻ വേഗം റൂമിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഉപ്പനോടൊന്നും പറഞ്ഞിട്ടില്ല, കാരണം അപ്പം ആകെ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്ന മൂപ്പരേനു. വി എസ് രഞ്ജിത്ത് നമുക്കിപ്പം. വി എസ് രഞ്ജിത്ത്, ആരാണ് ഈ വാഖിയത്ത് കോയ? ഇപ്പോൾ പോലീസ് എടുത്ത കേസിൽ ഇയാളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അറസ്റ്റിലോ ഒക്കെ നീക്കമുണ്ടോ? പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മലപ്പുറം സ്വദേശിയാണ് ഈ വാഖിയത്ത് കോയ. എനിക്ക് തോന്നുന്നു ബസ് ഓണർമാരുടെ ഏതോ ഒരു അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് വാഖിയത്ത് കോയ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് നൽകുന്ന വിവരവും ആ തരത്തിലാണ്. ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഈ പെൺകുട്ടിയുടെ പിതാവ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട്ടെ മലബാർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബില്ലടയ്ക്കാൻ പണമില്ലാത്തതുകൊണ്ട് അവരൊരു വീഡിയോ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെയ്തിരുന്നു. അത് കണ്ടുവരികയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ സഹായിക്കണമെങ്കിൽ അദ്ദേഹം പറയാതെ പറഞ്ഞ ഉപാധികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തോടൊപ്പം ചെല്ലണമെന്നും ലൈംഗികമായി സഹകരിക്കണം എന്നൊക്കെയാണ്. ആ പെൺകുട്ടി അത് വ്യക്തമായി പറയുകയും പരാതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. നടക്കാവ് പോലീസ് മൊഴിയെടുത്തു. അല്പം മുമ്പ് നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതി ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിസ്സഹായാവസ്ഥയിലുള്ള ഒരു കുടുംബത്തെയും ആ കുടുംബത്തിലെ പെൺകുട്ടിയെയും ഒക്കെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഈ ചാരിറ്റിയുടെ മറവിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ചാരിറ്റിയുടെ മറവിൽ പീഡനശ്രമം നടത്തിയ ആൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തു.